ഇനി അനിൽ പനച്ചൂരാൻ എഴുതിയ ഒരു കവിതയുടെ ദൃശ്യ ആവിഷ്കാരമാണ് വിൽക്കുവാൻ വെച്ചിരിക്കുന്ന പക്ഷികൾ. വലയിൽ വീണ കിളികളാണു ചിറകൊടിഞ്ഞൊരിണകളാണ് വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം വെയിലെരിഞ്ഞ വയലിലന്നു നാം കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ വെയിലെരിഞ്ഞ വയലിലന്നു നാം കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ ഞാനൊടിച്ച കതിരു പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവ് നീ ഞാനൊടിച്ച കതിരു പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവു നീ വേടനിട്ട കെണിയിൽ വീണു നാം വേർപ്പെടുന്നു നമ്മളേകരായി വേടനിട്ട കെണിയിൽ വീണു നാം വേർപ്പെടുന്നു നമ്മളേകരായി കൂട്ടിലന്ന് പങ്കുവച്ചൊരാ പൊൻകിനാക്കളിനി വിരിയുമോ കൂട്ടിലന്ന് പങ്കുവച്ചൊരാ പൊൻകിനാക്കളിനി വിരിയുമോ. ഇനി നമ്മൾ ഇഷ്ടന്റെ ചായക്കടയിലേക്ക്. വാചക പാചകം. മകൻ ആദർശിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് അപ്പച്ചൻ ജോസ് തെറ്റയിൽ പറഞ്ഞിരുന്നുവെന്ന് അങ്കമാലിയിലെ യുവതിയുടെ പരാതി. അപ്പച്ചനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് മകനും വാഗ്ദാനം നൽകിയിട്ടുണ്ടാകും. തെറ്റിയവരും തെറ്റാത്തവരും തെറ്റാനിരിക്കുന്നവരും കൂടി തെറ്റയിൽ രാജിവെക്കണമെന്ന് മുറവിളി കൂട്ടുന്നതിൽ അർത്ഥമില്ല. ഇരുമുന്നണിയിലും തെറ്റിയവർ പലരുമുള്ള സ്ഥിതിക്ക് രാജിവെക്കുന്നതിന് പകരം എല്ലാം പരസ്പരം പങ്കുവച്ച് രാജിയാകുന്നതാണ് നല്ലത്. അതിലും ആപേക്ഷിക ധാർമ്മികതയുടെ പ്രശ്നമുണ്ടെങ്കിൽ ഏത് അനാശാസ്യവും MLA-മാർക്ക് ആശാസ്യമാണ് എന്നൊരു ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാവുന്നതാണ്. ഇനി എന്നെങ്കിലും നിയമസഭ കൂടുമെങ്കിൽ അന്നു തന്നെ ഈ നിയമം പാസാക്കിയെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.